കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ പാർട്ടിക്ക് ചെയ്യാൻ മാറ്റം വരുത്താൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞത് തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണമായി തീരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? 10, 25, 50 ഏക്കറിൽ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി വരികയും അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തക്കതായ പ്ലാനും പരിപാടിയും വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെയുള്ള ഒരു വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റാൻ പറ്റും. ചെറിയ കാര്യമല്ല. കാരണം നമ്മളെപ്പോഴും പറയുമല്ലോ, തമിഴ്നാട്ടിൽ നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ കളിയാണ്. പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന ഇൻകവും അവിടെ പഠിക്കുന്ന വിദ്യാഭ്യാസം നടത്തുന്ന ആൾക്കാരുടെയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര തമിഴ്നാട്ടിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾ കേരളത്തിൽ വന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ള ആലോചിച്ചാൽ മതി. വളരെ കുറവാണ്. വരളിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് എത്ര പേർ തമിഴ്നാട്ടിൽ പോയി പഠിക്കുന്നുണ്ട്? കേരളത്തിൽ നിന്ന് എത്രയും നിന്ന് കർണാടകയിൽ പോയി? കേരളത്തിൻ്റെ 30% വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തു പോയി പഠിക്കുക. അതെവിടുന്നാണ്? കർണാടകയും തമിഴ്നാട്ടിലുമാണ്, തൊട്ടടുത്ത സംസ്ഥാനത്താണ്. എന്തുകൊണ്ടാണ്? അത്രയും അധികം വിദ്യാഭ്യാസ സംവിധാനം കേരളത്തിലില്ല എന്നുള്ളതല്ല, അതിന് ഫെസിലിറ്റി ഇല്ല എന്നുള്ളത്. യൂണിവേഴ്സിറ്റി വരുമ്പോൾ എന്താണ്? അതിനോടനുബന്ധിച്ച് ഹോസ്റ്റൽ സംവിധാനം, അതിനനുബന്ധിച്ചിട്ടുള്ള അക്കാദമിക് ബ്ലോക്കുകൾ, അതിനെ സംബന്ധിച്ചിടത്ത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ വരികയാണ്. വലിയ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സ്റ്റേറ്റായി കേരളത്തെ മാറ്റാൻ പിണറായി വിജയന് കഴിയുന്നു എന്നുള്ളതാണ്.